ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, അതായത് നിലവിൽ നമുക്ക് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണല്ലോ ഉള്ളത്. അതിലേക്ക് ഒരു പുതിയ ന്യൂ കമേഴ്സ് ആയിട്ട് ഒരു ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കൂടി വന്നിട്ടുണ്ട്. അതായത് ക്രിബ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അതായത് ക്രിബ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ CR എന്ന് വെച്ചാൽ ക്രോമർ എന്നും IBO എന്ന് വെച്ചാൽ ഇന്ത്യ ബാംഗ്ലൂർ എന്നുമാണ് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ വരുന്നത് കേട്ടോ. ഈ ക്രിബ് ബ്ലഡ് ഗ്രൂപ്പില്ലേ ഒരു റെയർ ബ്ലഡ് ഗ്രൂപ്പാണ്. ഇത് ക്രോമർ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ വരുന്ന ഒരു ന്യൂലിയുള്ള ഒരു ആൻറ്റിജൻ ആണ്. ഈ ബ്ലഡ് ഗ്രൂപ്പിലെ ഡിസ്കവർ ചെയ്തത് ബാംഗ്ലൂരിലെ കർണാടകയിലെ ഒരു ഹോസ്പിറ്റലൈസ്ഡിലായിട്ടുള്ള ഒരു ലേഡി, അതായത് 38 വയസ്സുള്ള ഒരു ലേഡിയുടെ ഹൃദയ ശസ്ത്രക്രിയയുടെ സമയത്ത് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്താണ് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. സാധാരണഗതിയിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് O പോസിറ്റീവ് ബ്ലഡ് ഈ ലേഡിക്ക് കമ്പാറ്റബിൾ അല്ലാതെ ആയപ്പോഴാണ് ഇങ്ങനെയൊരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്താനിടയായത് കേട്ടോ. ഈ ക്രിബ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളുടെ ശരീരത്തിൽ പ്രത്യേകിച്ചൊരു ആൻറ്റിജൻ ഉണ്ടാവില്ല. ഈ ഒരു കാരണം രക്തപകർച്ചയെ സങ്കീർണമാക്കുകയും ക്രിബ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് മാത്രം സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കും കൂടി വരുന്നു. ഈ രക്തഗ്രൂപ്പുള്ള വ്യക്തികളുടെ രക്തഗ്രൂപ്പിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ആൻറ്റിജൻ ഇല്ലാത്തതിനാൽ സാധാരണ O പോസിറ്റീവ് രക്തമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാരണത്താൽ തന്നെ ISBTയുടെ ഒരു അംഗീകാരം ഈ ക്രിബിന് ലഭിച്ചിട്ടുണ്ട് ജൂൺ 2025. ISBTയുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നാണ്.